Welcome to English class. Exam focus, character sketch. The first one, Mr. John the traveler, or Mr. John the stranger, or Mr. John the unknown person. ഇതൊക്കെ ആവാം. അതെന്താണെങ്കിലും പേരെന്താണെങ്കിലും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ മിസ്റ്റർ ജോൺ എന്ന കഥാപാത്രം നോക്കൂ. Exam focus, character sketch, Mr. John non stranger. The stranger in the story is a wonderful character. കഥയിലെ ഈ കഥാപാത്രം അത്ഭുതമായ സ്വഭാവമുള്ള ഒരു കഥാപാത്രമാണ്. ഹി ഈസ് ദ സെൻറ്റർ പോയിൻ്റ് ഓഫ് ദ സ്റ്റോറി. കഥയിലെ കേന്ദ്ര ബിന്ദുവും ഈ കഥാപാത്രം തന്നെ. The best investment by the famous playwriter. The best investment by the famous story writer A.J. Cronin. A.J. Cronin എന്ന കഥാകൃത്തിൻ്റെ പ്രശസ്തമായ കഥയിലെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലെ ആ കേന്ദ്ര കഥാപാത്രമായ മിസ്റ്റർ ജോണിനെ കുറിച്ചാണ് നമ്മോട് പരാമർശിക്കുന്നത്. വി മീറ്റ് ദിസ് ക്യാരക്ടർ ഇൻ എ ഷിപ്പ് വോയേജ് ഫ്രം ന്യൂയോർക്ക് ടു ഇംഗ്ലണ്ട്. ന്യൂയോർക്കിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിച്ച ഒരു കപ്പലിലെ യാത്രക്കാരനാണ് ഇപ്പോൾ മിസ്റ്റർ ജോൺ എസ്. മിസ്റ്റർ ജോൺ ഈസ് എ മിഡിൽ ഏജ്ഡ് മാൻ. അദ്ദേഹം ഒരു മധ്യവയസ്കനാണ്. ഈസ് ഇൻ ഹിസ് ഏർലി 40s. അദ്ദേഹം 40കളുടെ തുടക്കത്തിലാണ്. 40 വയസ്സ് കഴിഞ്ഞു. ജോൺ ഈസ് ഷോർട്ട് ഇൻ ബിൽഡ്. രൂപം കൊണ്ട് കുറിയ ആളാണ്. വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ. നല്ല നിറം, തൊലിക്ക് നല്ല നിറം. തൊലിയുടെ നിറത്തിനാണ് കോംപ്ലക്ഷൻ എന്ന് പറയുന്നത്. വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ. ഹിസ് ഐസ് ആർ ബ്ലൂ. നീല കണ്ണുകൾ. വെയറിങ് റിംലെസ് സ്പെക്ടാക്കിൾസ്. റിമ്മില്ലാത്ത, വളയമില്ലാത്ത കണ്ണട ധരിച്ച വ്യക്തി. ഹിസ് സ്യൂട്ട് ഈസ് ഡാർക്ക് ആൻഡ് ഹാവിങ് സോബർ ടൈ. അദ്ദേഹത്തിൻ്റെ സ്യൂട്ടിൻ്റെ നിറം ഇരുണ്ടതാണ്. ടൈ സോബർ കളറാണ്, അതായത് ഗ്രേ കളറാണ്. ഹിസ് തിൻ ഹെയർ ഹാഡ് സ്റ്റാർട്ടഡ് ടു റിസീഡ് ബാക്ക്. അദ്ദേഹത്തിൻ്റെ നേർത്ത മുടി പിറകിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു, അതായത് കഷണ്ടി വന്നു തുടങ്ങിയിരിക്കുന്നു. അറ്റ് എ ലുക്ക് ദർ ഈസ്ൻറ്റ് എനിത്തിങ് സ്പെഷ്യൽ. ഒറ്റ നോട്ടത്തിന് ആ മനുഷ്യനെക്കുറിച്ച് പ്രത്യേകതയൊന്നും തോന്നില്ല. ബട്ട് വെൻ ദി സ്റ്റോറി പ്രോഗ്രസസ്, എന്നാൽ കഥ പുരോഗമിക്കുമ്പോൾ വി റിയലൈസ് ദാറ്റ് ഹീ ഈസ് ക്വൈറ്റ് എ ഡിഫറെൻറ്റ് പേഴ്സൺ. പിന്നീട് നമുക്ക് മനസ്സിലാകുന്നു തീർച്ചയായും അദ്ദേഹം വ്യത്യസ്തനായ ഒരു വ്യക്തിയാണെന്ന്. മിസ്റ്റർ ജോൺ ഈസ് എ ചാമ്പ്യൻ ഓഫ് ചാരിറ്റി. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, സത്പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളിലെ ഉന്നതനാണ് അദ്ദേഹം. ഹീ ലീഡ്സ് several organizations related with social service. സാമൂഹ്യ സേവനം നടത്തുന്ന ഒട്ടേറെ സംഘടനകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഹി കണ്ടക്ട്സ് സമ്മർ ക്യാമ്പ്സ് ഫോർ ദി സ്ലം ചിൽഡ്രൻ. ചേരിയിലെ കുട്ടികൾക്കായിട്ട് വേനൽക്കാല അവധി ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഹിസ് വൈഫ് ഈസ് ഓൾസോ ആൻ ഇന്നെവിറ്റബിൾ പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ ആ സാമൂഹ്യ സേവനത്തിൻ്റെ അനിവാര്യ ഘടകമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും. ബോത്ത് ഓഫ് ദം ആർ വർക്കിംഗ് ഫോർ ദി വെൽഫെയർ ഓഫ് ഓർഫൻസ് ഓഫ് ദി സ്ട്രീറ്റ്. തെരുവിലെ അനാഥ കുട്ടികൾക്കായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണ് മിസ്റ്റർ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. വൺസ് എ ബാഡ് ബോയ്. ഒരിക്കൽ ഒരു മോശക്കാരനായ കുട്ടി. ഹു ഹാസ് ബിക്കം എ ഗ്രേറ്റ് ലോയർ. പിന്നീട് മുതിർന്നപ്പോൾ ഒരു വലിയ നിയമജ്ഞനായി മാറിയ മിസ്റ്റർ ജോൺ. നൗ ഹീസ് ട്രാവലിംഗ് ഇൻ എ ഷിപ്പ് വിത്ത് ഹിസ് വൈഫ്. ഇപ്പോഴിതാ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഭാര്യയൊത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ കപ്പലിൽ സഞ്ചരിക്കുന്നു. ഡ്യൂറിങ് ദി സെയിലിംഗ്, ആ യാത്രക്കിടയിൽ മിസ്റ്റർ ജോൺ ഹാപ്പൻ ടു മീറ്റ് ഹിസ് സേവിയർ. പണ്ട്
തന്നെ അപകടത്തിൽ നിന്നും രക്ഷിച്ച, തന്നെ ആത്മഹത്യ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആ രക്ഷകനെ, സേവിയറെ അദ്ദേഹം ഈ കപ്പലിൽ വെച്ച് കണ്ടുമുട്ടി. ഡോക്ടർ എ.ജെ. ക്രോണിൻ, അദ്ദേഹത്തിൻ്റെ പേര് വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായ എ.ജെ. ക്രോണിൻ. There he opens his mind in front of the doctor. ആ പഴയ 15 വയസ്സുകാരനായ കുട്ടി ഇപ്പോഴിതാ ഈ ഡോക്ടറുടെ മുന്നിൽ തൻ്റെ മനസ്സ് തുറക്കുന്നു. ഹൂ സേവ്ഡ് ഹിം ഫ്രം ദി സൂയിസൈഡ് അറ്റംപ്റ്റ്. അന്ന് ഈ വലിയ മനുഷ്യനാണല്ലോ തന്നെ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത്, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയത്. Thus the unknown stranger becomes a ത്രില്ലിംഗ് ക്യാരക്ടർ. അപ്രകാരത്തിൽ നമുക്ക് കഥയുടെ ആരംഭത്തിൽ അജ്ഞാതനെന്ന് തോന്നിയ ആ വ്യക്തി കഥയുടെ അവസാനമാകുമ്പോഴേക്കും ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. Then the second one, the young homeopath of Snake and Mirror. The young homeopath of Snake and Mirror. പാമ്പും കണ്ണാടിയും എന്ന കഥയിലെ ഹോമിയോപ്പതി ഡോക്ടർ നോക്കാം. Snake and Mirror is a pure product of imagination ആൻഡ് ഹ്യൂമർ. ഹാസ്യത്തിൻ്റെയും ഭാവനയുടെയും ഒരു ശുദ്ധമായ സൃഷ്ടിയാണ് ഈ കഥ. ദി യങ് ഹോമിയോപ്പത്ത് ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്. ഹി ഈസ് എ യങ് മാൻ വിത്ത് അൺയൂഷ്വൽ ആംബിഷൻസ്. അസാധാരണമായ ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഈ ഡോക്ടർ. ഹി ഈസ് പ്രാക്ടീസിങ് ആസ് എ ഡോക്ടർ അറ്റ് എ റിമോട്ട് വില്ലേജ്. ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിൽ, അകന്ന ഗ്രാമത്തിൽ ഹോമിയോപ്പതി ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഒക്കേഷണലി ഹി ഡ്രീംസ് ഓഫ് ഹിസ് ഫോർച്യൂൺസ് ആൻഡ് ഫ്യൂച്ചർ. ഇടയ്ക്കിടെ അദ്ദേഹം തൻ്റെ ഭാവിയെപ്പറ്റിയും തൻ്റെ വരാനിരിക്കുന്ന നന്മകളെക്കുറിച്ചുമൊക്കെ സ്വപ്നം കാണാറുണ്ട്. ഹി ഹാസ് എ ഹാബിറ്റ് ഓഫ് വാച്ചിങ് ഹിസ് ഫിഗർ ഇൻ ദി മിറർ. വല്ലപ്പോഴും കണ്ണാടിയിൽ നോക്കി തൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളത് ഈ ഹോമിയോപ്പതി ഡോക്ടറുടെ ഒരു ശീലമാണ്. ഹി ഈസ് പ്രൗഡ് ഓഫ് ഹിസ് ഹെയർ സ്റ്റൈൽ, മുസ്താഷ് ആൻഡ് ഹാൻഡ്സം ഫേസ്. തൻ്റെ ചന്തമുള്ള മുഖത്തെക്കുറിച്ചും തൻ്റെ സുന്ദരമായ മീശയെക്കുറിച്ചും തൻ്റെ ഹെയർ സ്റ്റൈലിനെക്കുറിച്ചും അദ്ദേഹത്തിന് വലിയ മതിപ്പാണ്. ഹി വിഷസ് ടു ഗെറ്റ് മാരീഡ് വിത്ത് എ ഡോക്ടർ. അദ്ദേഹം ഒരു ഡോക്ടറെ തന്നെ, ഒരു ലേഡി ഡോക്ടറെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഹു മസ്റ്റ് ഹാവ് എ ഗുഡ് പ്രാക്ടീസ് ആൻഡ് റിച്ച്നെസ്. താൻ വിവാഹം കഴിക്കുന്ന ആ ലേഡി ഡോക്ടർക്കും ഇതുപോലെ നല്ല പ്രാക്ടീസ് ഉണ്ടാകണം, നല്ല വരുമാനം വേണം. പോരാ, സ്വതവേ ആ സ്ത്രീ സമ്പന്നയായിരിക്കണം. ഷീ മസ്റ്റ് ബി എ ഫാറ്റ് ലേഡി. ഇനി വിചിത്രമായ ഒരാഗ്രഹം കൂടിയുണ്ട്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ തടിച്ച ഒരുവളായിരിക്കണം. ഹു കനോട്ട് ബി റൺ ബിഹൈൻഡ് ഹിം. ഒരിക്കലും അവൾക്ക് തൻ്റെ പിറകെ ഓടാൻ സാധിക്കരുത്. ഇഫ് ഹി കമ്മിറ്റ്സ് എനി മിസ്റ്റേക്സ് ഇൻ ബിഹേവിയർ. തൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മോശമായ കാര്യം സംഭവിച്ചാൽ തൻ്റെ ഭാര്യ ഒരിക്കലും തൻ്റെ പിറകെ ഓടി വരരുത്. യെസ്, അവർ യങ് ഡോക്ടർ ഓർ യങ് ഹോമിയോപ്പത്ത് ഈസ് എ ഡേ ഡ്രീമർ. ഒരർത്ഥത്തിൽ നമുക്ക് പറയാം നമ്മുടെ ഡോക്ടർ ഒരു ദിവാസ്വപ്നക്കാരനാണെന്ന്. ഹീ ഈസ് സെൽഫ് സെൻറ്റേർഡ് ആൻഡ് സെൽഫ് ലൗഡ്. സ്വയം കേന്ദ്രീകൃത വ്യക്തി, സ്വയം സ്നേഹിക്കുന്ന വ്യക്തി, അതാണ് നമ്മുടെ ഡോക്ടർ. ദർ ആർ മച്ച് എക്സാമ്പിൾസ് ഓഫ് ഹിസ് ഫുളിഷ്നെസ്. അദ്ദേഹത്തിൻ്റെ വിഡ്ഢിത്തെക്കുറിച്ച് ധാരാളം ഉദാഹരണങ്ങൾ ഈ കഥയിൽ നമുക്ക് കാണാം. വൺ നൈറ്റ് വൈൽ ഹി വാസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ. ഒരു നാൾ ഭക്ഷണം കഴിച്ച് കണ്ണാടിക്ക് മുന്നിൽ മുഖത്തിൻ്റെ ചന്തവും നോക്കിയിരിക്കുമ്പോൾ ഹി ടേക്സ് മെനി ഡിസിഷൻസ്. അദ്ദേഹം ചില തീരുമാനങ്ങളെടുത്തു, അല്ലെങ്കിൽ പല തീരുമാനങ്ങളെടുത്തു. ദാറ്റ്
വേർ അവയൊക്കെ ടു കീപ് ഹിസ് ഫേസ് ഹാൻസം, തന്നെക്കുറിച്ച് തന്നെയായിരുന്നു, മുഖം ചന്തമാക്കി മിനുക്കി വെക്കണം. ആൻഡ് ടു വിൻ അതേഴ്സ് അട്രാക്ഷൻ, താൻ എവിടെ പോയാലും മറ്റുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കണം. സഡൻലി എ സ്നേക്ക് ഫെൽ ബിഹൈൻഡ് ഹിം, പെട്ടെന്നാണ് ഒരു പാമ്പ് അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിനു പിറകിൽ പതിച്ചത്. ബട്ട് ഹി ഡസൻറ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്, എന്നാൽ അദ്ദേഹം അതിന് ശ്രദ്ധ കൊടുത്തില്ല. ഇറ്റ് ഷോസ് ദാറ്റ് ഹീ ഈസ് നോട്ട് എ മാൻ ഓഫ് സീരിയസ്നെസ്, വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് ഗൗരവം കൊടുക്കുന്ന വ്യക്തിയല്ല എന്ന് ആ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഈവൻ ദോ ഹീ ഈസ് എ ഡോക്ടർ, he hasn't brought needy medicines for his own safety. പാമ്പ് കടിച്ചിട്ടും അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ തനിക്ക് കഴിക്കാനുള്ള മരുന്ന് പോലും കരുതാത്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതായത് ദൂരക്കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ് ആ ഹോമിയോപ്പതി ഡോക്ടർ. ഇറ്റ് ഈസ് ദ പ്രൂഫ് ഓഫ് ഹിസ് സില്ലി നേച്ചർ, അദ്ദേഹത്തിൻ്റെ ആ നിസ്സാരമായ പ്രകൃതത്തിൻ്റെ അടയാളമാണത്. നോർമലി എ യങ് മാൻ ഹോപ്സ് ടു ഗെറ്റ് മാരീഡ് വിത്ത് എ സ്ലിം ഗേൾ. സാധാരണഗതിയിൽ ഒരു യുവാവ് മെലിഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുക. ഹിയർ ഹി വിഷസ് ടു ഗെറ്റ് എ ഫാറ്റ് വുമൺ. എന്നാൽ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ ആകട്ടെ ആഗ്രഹിക്കുന്നത് ഒരു തടിച്ചിയെ കല്യാണം കഴിക്കണമെന്നാണ്. ഓഫ് കോഴ്സ് അവർ യങ് ഹോമിയോപ്പത് ഈസ് എൻ അമേസിങ് ക്യാരക്ടർ. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടർ അതിവിചിത്ര സ്വഭാവമുള്ള ഒരു കഥാപാത്രമാണെന്ന് കാണാം. Then the third one, Martha the Mexican girl. സ്കോളർഷിപ്പ് ജാക്കറ്റിലെ കേന്ദ്ര കഥാപാത്രമായ മാർത്ത എന്ന 15 വയസ്സുകാരി പെൺകുട്ടി. Martha, the schoolgirl of the scholarship jacket. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന കഥയിലെ സ്കൂൾ കുട്ടിയായ മാർത്ത ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് വൺ ടു എനി റീഡർ. ഏത് വായനക്കാരനും വളരെ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് 15 വയസ്സുകാരിയായ മാർത്ത. ഷീ ഈസ് ബോത്ത് സെൻസിറ്റീവ് ആൻഡ് സെൻസിബിൾ ആൻഡ് സെൻസിറ്റീവ്. 2 വാക്കുകൾ, സെൻസ് എന്ന വാക്കിൽ നിന്നാണ് സെൻസിബിൾ എന്ന വാക്കുണ്ടാകുന്നത്. ദാറ്റ് മീൻസ് വിവേകപൂർണ്ണമായി പെരുമാറുന്ന. സെൻസ് എന്ന വാക്കിൽ നിന്നാണ് സെൻസിറ്റീവ് എന്ന വാക്കുമുണ്ടാകുന്നത്. ദാറ്റ് മീൻസ് വൈകാരികമായി പെരുമാറുന്ന. ഇവിടെ ഇതാ വിവേകപൂർണ്ണമായിട്ടും എന്നാൽ വൈകാരികമായിട്ടും പെരുമാറുന്ന ഒരു പെൺകുട്ടി. ഷീ ഈസ് ബോത്ത് സെൻസിബിൾ ആൻഡ് സെൻസിറ്റീവ്. മാർത്ത ഈസ് എ ബോൺ ജീനിയസ്. ജന്മന തന്നെ അതിസമർത്ഥയായ ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ് അവൾ. ഹർ ആ ചോക്ലേറ്റ് കളർ, അവളുടെ ആ കറുപ്പ് നിറം, അതിനാണ് ആഫ്രിക്കൻ ഭാഷയിൽ ചോക്ലേറ്റ് കളർ എന്ന് പറയുന്നത്. ആൻഡ് ടോൾ ആൻഡ് ലീൻ ബോഡി, നീണ്ട് മെലിഞ്ഞ ശരീരം. ഈസ് നോട്ട് അറ്റ് ഓൾ അട്രാക്റ്റീവ്. അവളുടെ ശരീരം ഒരു തരത്തിലും ഇപ്പോൾ ആകർഷകമല്ല. ഹർ ബോഡി ഈസ് നോട്ട് ഫ്ലഷി. അവളുടെ ശരീരം മാംസളമല്ല, അവളുടെ നിറം കറുത്തിട്ടുമാണ്. ഷീസ് പെൻസിൽ തിൻ. പോരെങ്കിൽ മറ്റുള്ളവർ അവളെ വിളിക്കുന്നത് പെൻസിൽ തിൻ എന്നാണ്, പെൻസിൽ പോലെ എന്നർത്ഥവളെന്ന്. ബട്ട് ഷീ ഈസ് ദി സ്കോളർ ഓഫ് ഹെർ സ്കൂൾ. പക്ഷേ നാം മനസ്സിലാക്കണം, അവളാണ് ആ സ്കൂളിലെ ഏറ്റവും ധിഷണാശാലിയായ കുട്ടിയെന്ന്. ഷീ ഈസ് ടോപ്പ് സ്കോറർ ഇൻ ഓൾ ക്ലാസ്സസ്. പഠിച്ച 1 മുതൽക്ക് ഈ അവസാന ക്ലാസ് വരെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത കുട്ടി. ഹെൻസ് ഷീ ഡിസേർവ്സ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ സ്കൂളിൻ്റെ അഭിമാനമായ സ്കോളർഷിപ്പ് ജാക്കറ്റ് അവൾക്ക് അർഹതപ്പെട്ടതാണ്. വെൻ ദ സ്കൂൾ അതോറിറ്റി ഡിനൈസ് ഇറ്റ്, സ്കൂൾ അധികൃതർ അത് അവൾക്ക് നിഷേധിച്ചപ്പോൾ ഷീ ഫെൽറ്റ് ഷെറ്റേർഡ്. അവൾ തകർന്നതുപോലെ തോന്നി, ആകെ തകർന്നു പോയതുപോലെ തോന്നി. ഹർ ഡ്രീംസ് ആൻഡ് ambition is the winning
ഓഫ് സ്കോളർഷിപ്പ്. അവൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഒരേ ഒരു സ്വപ്നമേ ഉള്ളൂ, സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്കൂളിൽ നിന്നും കരസ്ഥമാക്കുക, അംഗീകാരം നേടിയെടുക്കുക. ഓൺലി ദ ഹിസ്റ്ററി ടീച്ചർ വാസ് ഹെർ സപ്പോർട്ടർ. സ്കൂളിലെ ഹിസ്റ്ററി ടീച്ചർ മാത്രമാണ്, മിസ്റ്റർ സ്മിത്ത് മാത്രമാണ് അവളുടെ ഏക സപ്പോർട്ട് സ്കൂളിൽ. ഹെർ ഗ്രാൻഡ് പാ എൻ ഇല്ലിറ്ററേറ്റ് ബട്ട് എ മാൻ ഓഫ് ലോജിക്. നിരക്ഷരനായ എന്നാൽ യുക്തിയിൽ ബുദ്ധിശക്തിയിൽ ഏറെ മുൻപിലുള്ള മുത്തശ്ശനാണ് അല്ലെങ്കിൽ വലിയച്ഛനാണ് അവളുടെ രക്ഷകൻ. അത് വാസ് ഹെർ എൻകറേജ്മെൻറ്റ്. അദ്ദേഹമാണ് അവൾക്ക് ധൈര്യം പകരുന്നത്. when realized that the scholarship jacket was going to be lost, തനിക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഷീ ഗോട്ട് ഡിപ്രസ്ഡ്. അവൾക്ക് വല്ലാതെ വിഷാദം തോന്നി. ബട്ട് എന്നാൽ ഷീ ഫേസ്ഡ് ദ ഒബ്സ്റ്റക്കിൾസ് മീൻസ് തടസ്സങ്ങൾ. എന്നാൽ മുന്നിൽ വന്ന എല്ലാ തടസ്സങ്ങളെയും വെട്ടിമാറ്റി അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് ആൻഡ് വൺ ദി പ്രസ്റ്റീജിയസ് സ്കോളർഷിപ്പ് ജാക്കറ്റ്, തൻ്റെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും അടയാളമായ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആ കുട്ടി നേടിയെടുത്തു. മാർത്ത ദ റിയൽ സ്കോളർ ഈസ് എ റോൾ മോഡൽ ടു ആൾ ദി സ്റ്റുഡൻസ് ഓഫ് ദി വേൾഡ്. ഈ ലോകത്തിലെ ഏതു വിദ്യാർത്ഥിക്കും മാതൃകയാക്കാൻ പറ്റുന്നവളാണ് മാർത്ത എന്ന പെൺകുട്ടി. ദ ഫോർത്ത് വൺ, the grandfather of the grandpa of adventures. In a banyan tree. റസ്കിൻ ബോണ്ടിൻ്റെ ചെറുകഥയിലെ ചെറിയ റോൾ മാത്രമുള്ള വലിയച്ഛൻ എന്ന കഥാപാത്രം, ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ദി യങ് ബോയ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. റസ്കിൻ ബോണ്ട്, ദ വെൽ നോൺ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ, ഹാഫ് ഇന്ത്യൻ ഹാഫ് ബ്രിട്ടീഷ്, അങ്ങനെയുള്ള സുപ്രസിദ്ധ എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. ഹിസ് ക്രിയേഷൻസ് ആൻഡ് ക്യാരക്ടേഴ്സ് ആർ വെൽ ആക്സെപ്റ്റഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകമെമ്പാടുമുള്ള വായനക്കാർ, പ്രത്യേകിച്ചും സ്കൂളുകളിൽ കോളേജുകളിൽ പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥകൾ, ആ കഥകളും അതിലെ കഥാപാത്രങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ലോകം സ്വീകരിച്ച കഥകളും കഥാപാത്രങ്ങളുമാണ് റസ്കിൻ ബോണ്ടിൻ്റെ കഥാപാത്രങ്ങൾ. The grandfather of the adventures in a banyan tree is a different character. തികച്ചും വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു കഥാപാത്രമാണ് ഈ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന കഥയിലെ ഗ്രാൻഡ് ഫാദർ. ഹീ വാസ് എ സോൾജിയർ ബൈ പ്രൊഫഷൻ. ജോലി കൊണ്ട് അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. നൗ ഹീ ഈസ് ലിവിങ് അറ്റ് മുസൂരി. ഇപ്പോൾ അദ്ദേഹം ഹിമാലയത്തിൻ്റെ താഴ്വരയായ മുസൂരിയിലാണ് താമസിക്കുന്നത്. അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയാസ്. ഹി ഹാസ് സം a land property and a well furnished house. അവിടെ അദ്ദേഹത്തിന് കുറേയേറെ സ്വത്തുണ്ട്, അതിൽ മനോഹരമായൊരു വീടുണ്ട്. In front of the house there is a grand banyan tree. വീടിന് മുന്നിൽ തോട്ടത്തിനടുത്തായിട്ട് ഒരു വലിയ ആൽമരവുമുണ്ട്. And garden, അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തോട്ടവുമുണ്ട്. All that are his own. അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. ബട്ട് ഹീ ഹാസ് ഗിവൺ ദ ബനിയൻ ട്രീ ആസ് എ ഗിഫ്റ്റ് ടു ഹിസ് ഗ്രാൻഡ് സൺ. എല്ലാം തൻ്റെതാണെങ്കിലും ആ വലിയ ആൽമരം അദ്ദേഹം ഒരു സമ്മാനമായിട്ട് തൻ്റെ കൊച്ചുമകന് നൽകിയതാണ്. നീ ഈ മരം പരിപാലിച്ചു കൊള്ളുക, നീ ഇതിൽ കയറി കളിച്ചു കൊള്ളുക എന്ന്. നൗ ദി ഓണർ ഓഫ് ദ ട്രീ ഈസ് ദ യങ് ബോയ്. ഇപ്പോഴ് ആ മരത്തിൻ്റെ ഉടമ നമ്മുടെ ഈ റസ്കിൻ ബോണ്ട് എന്ന ഈ എഴുത്തുകാരൻ എന്ന 10 വയസ്സുകാരനാണ്. ദ ഗ്രാൻഡ് ഫാദർ ഈസ് എ ടിപ്പിക്കൽ സോൾജിയർ.
സത്യത്തിൽ അദ്ദേഹം ഒരു സാധാരണ പട്ടാളക്കാരൻ്റെ മാതൃകയാണ്. ഹൂ ഈസ് സോ സ്ട്രോങ് ബോത്ത് ബൈ ബോഡി ആൻഡ് മൈൻഡ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശക്തനായ ഒരു വൃദ്ധൻ. ദ യങ് ബോയ് ലവ്സ് ഹിസ് ഗ്രാൻഡ് പാ ഡീപ്ലി. നമുക്കറിയാം ഈ കൊച്ചുകുട്ടി അദ്ദേഹത്തെ ഏറെ ഗാഢമായി സ്നേഹിക്കുന്നുവെന്ന്. ഇറ്റ് ഷോസ് ദാറ്റ് ഹീ ഈസ് എ ലവബിൾ മാൻ. അതിൻ്റെ അർത്ഥം എല്ലാ തരത്തിലും അദ്ദേഹം വളരെ സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണ്. ഓക്കെ.